KSU സംസ്ഥാന പ്രസിഡന്റിനെതിരെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം വെച്ചുപൊറുപ്പിക്കില്ലെന്ന് KSU ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാൽ. BJPയിൽ നിന്നും CPMൽ നിന്നും നേതാക്കൾ വന്നപ്പോൾ മുൻപെങ്ങും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എടുത്ത നിലപാടിൽ എന്താണ് തെറ്റെന്നും കൃഷ്ണലാൽ ചോദിച്ചു. അതിനിടെ അലോഷ്യസ് സേവ്യറിന് പിന്തുണ പ്രഖ്യാപിച്ച് ഒരു വിഭാഗം DCC ഓഫീസിനു മുന്നിൽ ഫ്ലക്സും സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, എന്താണ് ഈ ഫ്ലക്സിൽ എന്താണ് പറയുന്നത്? മായ, ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തമ്മിലടി തുടരുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ KSUവിലെ ചില നേതാക്കൾ എറണാകുളം ജില്ലയിൽ KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ അനുകൂലിച്ചും ഒപ്പം തന്നെ എതിർത്തും കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് KM കൃഷ്ണലാൽ തന്നെയാണ് അലോഷ്യസ് സേവ്യറിനെതിരായിട്ട് പരസ്യമായി തന്നെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മുൻപൊന്നും അതായത് CPMൽ നിന്നും BJPയിൽ നിന്നും അടക്കം ആളുകൾ മുൻപൊക്കെ കോൺഗ്രസിലേക്ക് എത്തിയപ്പോൾ ഉണ്ടാവാതിരുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിലുള്ളൊരു വിമർശനം തന്നെയാണ് KM കൃഷ്ണലാൽ തൻ്റെ ഫേസ്ബുക്കിലൂടെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് അലോഷ്യസ് സേവ്യറിനെ, KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അലോഷ്യസ് സേവ്യറിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു വിഭാഗം KSU പ്രവർത്തകർ തന്നെ എറണാകുളം DCC ഓഫീസിന് മുന്നിൽ ഫ്ലക്സ് വെച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു DCC ഓഫീസിന് സമീപത്തുള്ള ബസ് ഷെൽട്ടറിലായിട്ട് ഈ ഫ്ലക്സ് സ്ഥാപിച്ചത്. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഫ്ലക്സ് ഇവിടെ കാണുന്നില്ല. ഇത് KSUവിലെ തന്നെ ആളുകൾ മാറ്റിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം കഴിഞ്ഞ തവണയൊക്കെ എല്ലാം തന്നെ ഒരു വലിയ പ്രതിഷേധങ്ങൾക്ക്, അതായത് ഈ കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള തമ്മിലടി വിഷയങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ പരസ്യ പ്രതികരണങ്ങളൊക്കെ നടന്നതാണ്. ഈ DCC ഓഫീസിന് മുൻപിലുള്ള ഈ ബസ് ഷെൽട്ടർ ഏതായാലും നേരത്തെ മുഖ്യമന്ത്രി ആരാകണം എന്നടക്കമുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് VD സതീശനെ അനുകൂലിച്ചും VD സതീശനെ എതിർത്തും ഒക്കെ ഉള്ള ഫ്ലക്സുകളൊക്കെ ഈ ബസ് സ്റ്റോപ്പിൽ തന്നെയായിരുന്നു പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഇതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഈ KSU ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഏതായാലും ഫ്ലക്സ് വെച്ചിരുന്നത്. ഈ ഫ്ലക്സ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രി എറണാകുളം അസംബ്ലി മണ്ഡലം KSUവിൻ്റെ അസംബ്ലി മണ്ഡലം കമ്മിറ്റിയിലെ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലൊരു ഫ്ലക്സ് വെച്ചിരുന്നത്. ഈ ഫ്ലക്സിൽ പ്രധാനമായിട്ടും ഇവർ പറഞ്ഞിരുന്ന കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSUവിന് ഇടപെടാനായിട്ട് അധികാരമുണ്ട്, KSU അതിൽ ഇടപെടും, KSUക്കാരെ തല്ലിച്ചതക്കുന്നവരുടെ നിയമനത്തിൽ KSUവിന് കാര്യമുണ്ടെന്നും ചരിത്രം മറക്കാൻ ഞങ്ങൾ തയ്യാറല്ല, നിങ്ങളെ അനുവദിക്കില്ല എന്നായിരുന്നു ഈ ഫ്ലക്സിൽ പറഞ്ഞിരുന്നത്. ആ ഫ്ലക്സ് ഇപ്പോൾ കാണുന്നില്ല. ഏതായാലും KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ സംസ്ഥാന പ്രസിഡന്റിനെതിരായിട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി എറണാകുളം ജില്ലയിൽ കാണുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഏതായാലും ഈ ചില ആളുകളുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയാണ് അലോഷ്യസ് സേവ്യർ അടക്കമുള്ള KSUവിൻ്റെ സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദമുയർത്തുന്നത് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് ഏതായാലും ജില്ലാ പ്രസിഡന്റ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനെ ഏത് വിധത്തിലും തടയും അല്ലെങ്കിൽ ഇതിനെ എതിർക്കും എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള KM കൃഷ്ണലാൽ തൻ്റെ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നു. ഇതിനിടയിൽ തന്നെയാണ് KSUവിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ ഒരു വിഭാഗം ഏതായാലും KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ നിലപാടിനെ എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. മായ, കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.